പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതാവും മുൻ ക്രിക്കറ്റ് താരവുമായ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? പക്ഷെ അവിടെ വലിയ കലാപത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുകയാണ്. അതിൽ വലിയൊരു എന്തെങ്കിലും വാസ്തവമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ കൺഫർമേഷൻ വരണം. കൺഫർമേഷൻ വരാതെ നമ്മൾ ഊഹാപോഹത്തിൻ്റെ പുറത്ത് പിന്നെ ഈ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നില്ല. ഇനി അടുത്ത ചോദ്യം, സാധ്യതയുണ്ടോ എന്ന് വെച്ചാൽ സാധ്യതയുണ്ട്. കാരണം പാകിസ്ഥാനിലെ ഒരേ ഒരു പോപ്പുലർ നേതാവെന്ന് ഇദ്ദേഹം മാത്രമാണ്. ജനങ്ങൾക്ക് അദ്ദേഹത്തെ വലിയ വിശ്വാസമാണ്. മാത്രമല്ല അദ്ദേഹം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ നന്നാവണം, അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മിലിറ്ററിക്കോ അമേരിക്കൻ ഈ ഡീപ് സ്റ്റേറ്റിനോ അങ്ങനെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടത്. ആ രാജ്യം കൊല്ലപ്പെടുന്നു എന്നത് പട്ടാളത്തിന്റെ ആവശ്യമാണല്ലോ. അതെ. അപ്പോൾ അങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള നേതാക്കന്മാർ എല്ലാ സമയത്തും പട്ടാളത്തിന് ഭീഷണിയാണ്. അത് ബെനസീർ ഭൂട്ടോ ആണെങ്കിലും നവാസ് ഷെരീഫ് ആണെങ്കിലും ഇവരൊക്കെ. നവാസ് ഷെരീഫിനും ബെനസീർ ഭൂട്ടോയുടെ അച്ഛൻ സുൽഫിക്കാർ ഭൂട്ടോ ഒരു ഷൂഡ് പൊളിറ്റീഷ്യനായിരുന്നു. ബെനസീർ ഭൂട്ടോയ്ക്ക് നിസ്സഹായമായിരുന്നു, പക്ഷേ പോപ്പുലർ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നവാസ് ഷെരീഫ് ഒരു കള്ളനായിരുന്നു, എങ്കിൽ പോലും അയാൾക്ക് പോപ്പുലർ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ ഭേദം ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന് ഇന്നത്തെ ഇൻ്റർവ്യൂ എടുത്തോ ഇന്ത്യയായിട്ട് നല്ല ബന്ധത്തിൽ പോകണം, അങ്ങനെ നമ്മുടെ ഈ ഡിഫൻസിന് വേണ്ടി ചിലവഴിക്കുന്ന കാശ് കുറയ്ക്കണം. അത് നമ്മുടെ നാട്ടിലെ ആളുകളുടെ അവരുടെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നല്ല ബന്ധം ഉണ്ടായി അല്ലെങ്കിൽ ഇമ്രാൻഖാനെ പോലുള്ള ആൾ അവിടെ പ്രധാനമന്ത്രി ആയി വരികയും അദ്ദേഹം പവർഫുൾ ആയിരിക്കുകയും ചെയ്യണം. അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം പവർഫുൾ ആയിരുന്നു. അദ്ദേഹം ചെറുതൊക്കെ ചെയ്യാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ച് ജയിലിലിട്ടത്. പിന്നെ അദ്ദേഹം ഇസ്ലാമിസ്റ്റുകളുടെ സപ്പോർട്ട് നേടിയിട്ടുണ്ട്. അതിപ്പോൾ മോഡി ഹിന്ദുത്വവാദികളുടെ സപ്പോർട്ട് നേടുന്ന പോലെയാണ്. ഹിന്ദുത്വവാദികളുടെ സപ്പോർട്ടില്ലെങ്കിൽ മോഡി ഇല്ല. മോഡിക്ക് എന്തൊക്കെ വിഷയം ഉണ്ടായിട്ടും കാര്യമല്ലേ, വോട്ട് വരണ്ടേ. അതേപോലെ തന്നെ അദ്ദേഹം ഇസ്ലാമിസ്റ്റുകളുടെ സപ്പോർട്ട്, താലിബാന്റെ സപ്പോർട്ട്. അദ്ദേഹം തിരിച്ചു വരുമെന്നൊരു തോന്നലുണ്ടോ? അദ്ദേഹം സാധ്യതയുണ്ട്. അദ്ദേഹം ഭയങ്കര പോപ്പുലർ ഹീറോ ആണ് അദ്ദേഹം. പാകിസ്ഥാൻകാർക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. പക്ഷെ അദ്ദേഹത്തെ വളർത്തിയത് പട്ടാളക്കാരായിരുന്നു. പട്ടാളം നല്ലത്, അദ്ദേഹം സ്വയം വളർന്നാണ്. ഈ സുരേഷ് ഗോപിനെ അങ്ങനെയല്ല. അദ്ദേഹം ഈ സുരേഷ് ഗോപിനെ പോലെ സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ ആയിരുന്ന സമയത്താണ് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത്. സുരേഷ് ഗോപിനെ ആളുകൾ ആദ്യം തിരിച്ചറിഞ്ഞത് ചാരിറ്റി നടത്തുന്ന ആളെന്ന് എഴുതിയ. അദ്ദേഹം അമ്മയുടെ പേരിൽ ഹോസ്പിറ്റലൊക്കെ തുടങ്ങിയാണ് ഇദ്ദേഹം ജനങ്ങളുടെ ശ്രദ്ധേയനായത്. പിന്നെ പാകിസ്ഥാൻ അഭിമാനിക്കാനൊന്നുമില്ലല്ലോ. വേൾഡ് കപ്പ് നേടിക്കൊടുത്ത് അങ്ങനെ ഹീറോ ആയി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ. എന്നിട്ട് അദ്ദേഹം പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം അന്ന് ആദ്യഘട്ടത്തിൽ ഇദ്ദേഹം ഇസ്ലാമിസ്റ്റുകളൊക്കെ അകലം പാലിച്ചിരുന്നു. പക്ഷെ അന്ന് ഇലക്ഷനിൽ അദ്ദേഹം തോറ്റുപോയി. പിന്നെ അദ്ദേഹം കുറച്ചൊരു പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യനായി. ഈ താലിബാൻ്റെയൊക്കെ സഹായം സ്വീകരിച്ചു. പട്ടാളത്തിനോട് അദ്ദേഹം ഏറ്റുമുട്ടലൊന്നും പോയില്ല. പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ ഒരു അധികാരം ഉയർത്തിപ്പിടിച്ചിരുന്നു. അതാണ് കാരണം. അപ്പം പട്ടാളത്തിൽ അത് പിടിച്ചില്ല. കാരണം അവരുടെ മുന്നിൽ കുനിഞ്ഞു നിൽക്കുന്നവരെ അവർക്ക് ശീലമുള്ളൂ. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് പോയിട്ട് BJP കുനിഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് പോയിട്ട് പട്ടാളത്തിന് മുന്നിൽ കുനിഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം ഇമ്രാൻഖാനാണ്. അദ്ദേഹം സ്വന്തമായ ഐഡൻറ്റിറ്റി ഉണ്ട്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി BJPക്ക് ആണ് സുരേഷ് ഗോപിയെ ആവശ്യമാണ്. സുരേഷ് ഗോപിക്ക് BJPന് ആവശ്യമില്ല. അദ്ദേഹം ഒരു വലിയ സൂപ്പർ സ്റ്റാറും കാര്യങ്ങൾ അതുപോലെയാണ്. അപ്പം ഇദ്ദേഹം പക്ഷെ പിന്നെ അദ്ദേഹം ആദ്യം കല്യാണം കഴിച്ചത് ഒരു ജൂത ലേഡീനെയായിരുന്നു. അതിൽ 2 കുട്ടികളുണ്ട്. അവരെ മതം മാറ്റിയില്ല. അതാണ് വേറൊരു മതം മാറ്റിയോ എനിക്കറിയില്ല. മതം മാറ്റാൻ എന്തോ ഒരു സംഭവം ഉണ്ട്, മതം മാറ്റണമെന്ന് പറയുന്നത്. എനിവേ അത് പിന്നെ ഡിവോഴ്സായി. പിന്നെ ഒരു പാകിസ്ഥാനിയെ തന്നെ അദ്ദേഹം കല്യാണം കഴിച്ചു. അവരൊരു സൂഫി ലൈനുള്ള, അവരെ പറ്റി ദുർമന്ത്രവാദിനികൾ എന്നൊക്കെയാണ് അവിടുത്തെ മീഡിയ ഒക്കെ പറഞ്ഞത്. പക്ഷെ അവർ ഇങ്ങനെ കല്യാണം കഴിച്ചതിന് ശേഷം എതിരാളികൾ പോലും ഇങ്ങനെ പാർട്ടിയിലൊക്കെ വന്ന് ജോയിൻ ചെയ്തു. പട്ടാളത്തിൽ ഇങ്ങനെയൊക്കെ അനുകൂലമായിട്ട് ചില ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇങ്ങയുടെ ഭാര്യ ദുർമന്ത്രവാദിനി ആയതുകൊണ്ടാണ് ഇതൊക്കെ നടത്തുന്നത്. ജിന്ന് ആണ്, ഇങ്ങയുടെ ഭാര്യയ്ക്ക് ജിന്നിൻ്റെ സ്വാധീനം ഉണ്ടെന്നൊക്കെയാണ് അത് മീഡിയ ചെയ്തിരുന്നത്. അങ്ങനെ രസമായ കാര്യമാണ്. അപ്പം ഇതാണ് ഇമ്രാൻഖാൻ. അപ്പം പട്ടാളത്തിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ നശിപ്പിക്കുന്ന, ഈ മേഖല സമാധാനം ഇല്ലാതാക്കുന്ന അമേരിക്കയുടെ സ്റ്റൂജായിട്ടുള്ള പാകിസ്ഥാൻ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കണ്ണിലെ കരടാണ്. അപ്പോൾ അദ്ദേഹം കൊല്ലയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ബെനസീർ ഭൂട്ടോയുടെ രാജ്യത്തെ എങ്ങനെ ബാധിക്കാൻ സാധ്യതയുണ്ട്? അവിടെ പോപ്പുലർ അണ്ടർസ്റ്റ് ഉണ്ടാവും, പക്ഷെ പട്ടാളം അടിച്ചമർത്തുമല്ലോ. അത് കാരണം ജനങ്ങൾക്ക് ഇപ്പം പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ ഒരു പോപ്പുലർ അണ്ടർസ്റ്റ് ഉണ്ടായിട്ടും പട്ടാളത്തെ മറിച്ചിടാനൊന്നും ഇപ്പം പറ്റില്ല. കാരണം പട്ടാളത്തിൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ അത് വളരെ സ്ട്രോങ് ആണ്, മാസ്കിൽ. പിന്നെ അമേരിക്കയുടെ സപ്പോർട്ടുമുണ്ട്. ജനങ്ങൾ കുറെ തെരുവിൽ അസ്വസ്ഥത ഉണ്ടാക്കും. അദ്ദേഹം ബെനസീർ ഭൂട്ടോയുടെ ഈ അഫ്ഗാനിസ്ഥാനുമായി സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം വാർത്തകൾ വരണമെന്നത് പാകിസ്ഥാന്റെ സൈനികരുടെ ആവശ്യമല്ലേ? അവരെ അങ്ങനെ വഴിതെറ്റിക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ന്യൂസ് വരേണ്ടത് ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെ സംബന്ധിച്ച് ഇന്റേണലി പ്രശ്നം രണ്ടും കൂടി വന്നാൽ പെട്ടുപോകും. ഉള്ളിൽ ഇന്ത്യ ആയിട്ട് ഫൈറ്റ് ഉണ്ട്, അഫ്ഗാനിസ്ഥാനായിട്ട് ഫൈറ്റ് തുടങ്ങി. അതിനോട് ഇന്റേണലി പ്രശ്നം കൊണ്ട് അവർ സൈന്യം പെട്ടുപോകും. അപ്പം അത്തരം വാർത്തകൾ ഇപ്പം വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല.
പക്ഷേ ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇബ്രാഹിം ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്താ ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാവും. അദ്ദേഹത്തിന് പെങ്ങന്മാർ അവിടെ പോയിട്ട് കാണാൻ സമ്മതിച്ചില്ല, അവരെ മർദ്ദിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ വലിയ വിഷയമാണ്. കാരണം ഏത് സൊസൈറ്റിയിലാണെങ്കിലും വലിയ കുടുംബത്തിൽപ്പെട്ട ആളുകളോട്, പ്രത്യേക സ്ത്രീകളോട് വളരെ മാന്യമായിട്ട് ഇടപെടുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ അത് വലിയ വിഷയമാണ്. മാത്രമല്ല ഇമ്രാൻ ഖാൻ ഇൻ്റർനാഷണൽ ക്ലൗട്ട് ഉള്ളതാണ്, വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുള്ള. ബാലൻസ് ബൂട്ടോ കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇൻ്റർനാഷണലി പുറത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ആളും ഈ ഇമ്രാൻ ഖാൻ തന്നെയാണ്. പാകിസ്ഥാൻ ഇന്ത്യയിൽ ഉൾപ്പെടെ ആരാധകരുണ്ട്. അല്ലാതെ അദ്ദേഹം ഇന്ത്യയുടെ ശത്രു അല്ല. അത് ഞാൻ അദ്ദേഹത്തിന് എല്ലാ ഇൻ്റർവ്യൂസിൽ നിന്ന് കണ്ടാണ്. അദ്ദേഹം പറഞ്ഞത് 2 രാജ്യങ്ങൾ സമാധാനത്തിൽ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, എങ്കിലേ 2 രാജ്യങ്ങൾ നന്നാവുള്ളൂ. എന്തിനാണ് ഈ വെറുതെ യുദ്ധം ചെയ്യുന്നത്? പിന്നെ പ്രശ്നങ്ങൾ നമുക്ക് അമിക്കബിളായി സെറ്റിൽ ചെയ്യണം എന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മാത്രമാണ് സെൻസിബിളായിട്ട് അവിടെ ജനങ്ങളോട് സംസാരിക്കുന്നുള്ളൂ. അവിടെ ജനങ്ങളോട് അദ്ദേഹം സംസാരിക്കുന്നത് തന്നെ. പിന്നെ പ്രധാനമന്ത്രി ആയിരിക്കും ഒരു പരിധി കൂടുതൽ ഇന്ത്യനെ ഫേവർ ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം പിന്നെ അതാണോ പട്ടാളത്തിന് ഇഷ്ടപ്പെടാത്തത്? അതുകൊണ്ടാണ്. അതായത് സമാധാനം വേണം, പട്ടാളത്തിന് യുദ്ധം വേണം. ഞാൻ അതുകൊണ്ടല്ല പലപ്പോഴും ഇമ്രാൻ ഖാനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. അവിടെ ഈ പ്രശ്നം തീർക്കണമെങ്കിൽ അവിടെ ഇമ്രാൻ ഖാൻ വിചാരിച്ചാൽ നടക്കുള്ളൂ. പട്ടാളം വിചാരിക്കില്ലല്ലോ. പട്ടാളം വിചാരിക്കണം, പട്ടാളം വിചാരിക്കില്ല. പിന്നെ പട്ടാളത്തെ മറികടന്ന് തീരുമാനം എടുക്കാനുള്ള പോപ്പുലർ മാൻഡിൽ ഉള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് പട്ടാളത്തെ ഇക്കാര്യങ്ങളൊന്നും ജനങ്ങൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? അവിടുത്തെ ഈ പ്രതിസന്ധികൾ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഈ ശരിക്കും ഈ പറയുന്ന വോട്ട് ചോരിയൊക്കെ നടക്കുന്നത് അവിടെയാണ്, ഇവിടെ അല്ല. ജനങ്ങൾ തിരിച്ചന്ന് വോട്ട് ചെയ്തിട്ടും കാര്യമില്ല, പട്ടാളം അതിനെ അട്ടിമറിക്കും, അത് ചോദിക്കില്ല. ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് നല്ല പിടുത്തമുണ്ട് അവിടെ. ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് ഇങ്ങനെ ഇഷ്ടമില്ല, ഈ ജമാഅത്ത് ഇസ്ലാമിനെ പോലുള്ള ഈ സാധനങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമില്ല. ഇങ്ങനെ താലിബാനൊക്കെ ഇഷ്ടമാണ് അവിടുത്തെ. ഇങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെ ഇഷ്ടമല്ല. കാരണം അവർക്ക് ഇന്ത്യയായിട്ട് നല്ല ബന്ധം പാടില്ലല്ലോ. ഇന്ത്യനെ ഇസ്ലാമികവൽക്കരിക്കണമല്ലോ. ഇവിടെയുള്ള കാഫര്യങ്ങളൊക്കെ മുസ്ലിമാക്കി രക്ഷപ്പെടുത്തണമല്ലോ. ഇവിടെ കാഫര്യങ്ങളായതുകൊണ്ട് സ്വസ്ഥമായി ജീവിക്കുന്നു. ഇന്ത്യയുടെ ഇസ്ലാമിക രാജ്യമുള്ള അവസ്ഥ ഞാൻ ആലോചിക്കുക, എന്ത് കഷ്ടമായിരിക്കില്ലേ? പിന്നെ അടിയായിരിക്കും. ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങൾ എവിടെ സമാധാനമുള്ളത്? സൗദിയിലും ഖത്തറിലൊക്കെ സമാധാനമുള്ള രാജഭരണമായതുകൊണ്ടാണ്. 2047 പോപ്പുലർ ഫണ്ട് ആക്കുമെന്നാണ് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി. നടക്കുന്നില്ല. അതൊന്നും ഇവിടെ ഇവരുടെയൊക്കെ അപ്പോൾ ഔറംഗസേബ് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. ബ്രിട്ടീഷ് സാമ്രാജ്യം എത്രയും വലിയ സാമ്രാജ്യം വിചാരിച്ച് നടന്നിട്ടില്ല. ഇന്ത്യക്കാരെ അങ്ങനെ ബിലീവ് സിസ്റ്റത്തെ മറികടക്കാത്ത എളുപ്പമല്ല. ഇസ്ലാമിൻ്റെ ഒരു ശക്തി എന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ എല്ലാ കോർണറിലും മതമുണ്ട് എന്നുള്ളതാണ്. ഹിന്ദുക്കളുടെ എല്ലാ കോർണറിലും മതമുണ്ട്. ജനിച്ചിട്ട് മരിക്കുന്നവരെയും എണീറ്റിട്ട് അങ്ങനെ കിടക്കുന്നവരെ മതമുണ്ട്. മതത്തിനെയും അസ്ഥിക്ക് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സവർണരുടെ ഇടയിൽ ദളിതരെ മാത്രമാണ് ഈ പറഞ്ഞ ഇവാഞ്ചലിസ്റ്റുകൾക്കൊക്കെ മതം മാറ്റാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞതിനെ കാശിന് ആർത്തിമുട്ട് കുറേ സവർണന്മാരെ 1-2 സവർണന്മാരെയും കിട്ടും. ദളിത് വിഭാഗത്തിന് വർഷം അവരുടെ മെയിൻ ശത്രുക്കളായിട്ട് സവർണരെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ആ ഒരു വെറുപ്പുണ്ട്. അതിൻ്റെ പുറത്താണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ സവർണർ തന്നെ ഇന്ത്യയിൽ ഹിന്ദു പോപ്പുലേഷൻ്റെ ഏറ്റവും ചുരുങ്ങിയ 40% കൂട്ടിക്കുക. അവർ നിലനിർത്തിക്കൊള്ളാൻ മതത്തെ. അവരുള്ള കാലത്തുള്ള ഈ മതം ഇല്ലാതാവുകയില്ല. അതൊന്നും നടക്കാൻ പോകുന്നില്ല. അല്ല, ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും രൂപപ്പെട്ടത്. അതെ, ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പാകിസ്ഥാനും ബംഗ്ലാദേശും രൂപപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് രൂപപ്പെടുത്തിയെടുത്തത് ബ്രിട്ടീഷുകാരാണ്. ഇവിടെ സാധനം കൊടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ പിടുത്തം വേണം. അല്ലെങ്കിൽ ഈ രാജ്യം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ പോയത് നന്നായി, അല്ലെങ്കിൽ ഈ മുസ്ലിം തീവ്രവാദികളുടെ എണ്ണം കൂടുകയായിരുന്നു. അവർക്ക് ഈ ഉത്തരേന്ത്യ മുസ്ലിംസ് നമ്മൾ കേരളത്തിലെ മുസ്ലിങ്ങളെ പോലെ അല്ല അന്നുണ്ടായിരുന്നത്. ഇന്നിപ്പം കുറേ മാറ്റമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഹിന്ദു മഹാസഭ എങ്ങനെ ഹിന്ദു രാജ്യം സ്ഥാപിക്കുക എന്നുള്ളത്, ഈ 2 നമുക്ക് പ്രോബ്ലമായിരുന്നു. ഹിന്ദു രാജ്യം സ്ഥാപിക്കുന്നതിന് പ്രശ്നം ഉണ്ടായി എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഹിന്ദു മഹാസഭ പറയുന്ന പോലെ ആണെങ്കിൽ ഭയങ്കര അപകടം പിടിച്ച സാധനമാണ്. മുമ്പ് ഹിന്ദു രാജ്യം തന്നെ ആയിരുന്നല്ലോ. ഹിന്ദു മഹാസഭ എന്ന ഇസ്ലാമിക് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ വേറെ രൂപമാണ്. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി അവർ വെടിവെച്ച് കൊന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു രാജ്യം സ്ഥാപിക്കപ്പെടുന്നത് ഗുണകരമല്ല. പിന്നെ ഇവന്മാർ വിട്ടുപോയതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് അത്രയും തീവ്രവാദം കുറഞ്ഞു കിട്ടി. അതാണ് അതിൻ്റെ ഒരു കാര്യം. അല്ലെങ്കിൽ അവന്മാരിങ്ങനെ അലമ്പുണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്രയും നമുക്ക് മനസ്സമാധാനമുണ്ട്. ഇപ്പം നോർത്ത് ഈസ്റ്റിലെ കുറച്ച് ഇവാഞ്ചലിസ്റ്റ് ക്രിസ്ത്യാനികളും കാശ്മീരിലെ കുറച്ച് മുസ്ലിം ക്രിസ്ത്യാനികളല്ലേ നമുക്ക് പ്രശ്നമുള്ളൂ. ശ്രീലങ്കയിലത്തെ ഏതാണ്ട് ഇപ്പം നിന്നല്ലോ. അതുകൊണ്ട് ആ അർത്ഥത്തിൽ വരികയാണെങ്കിൽ അവന്മാർ പോയത് നന്നായതാണ്. അല്ലെങ്കിൽ ആ കലാപങ്ങളുടെ ഒരു ബാക്ക്ഡ്രോപ്പിൽ നമുക്ക് സമാധാനം കിട്ടില്ലായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.